ഹലോ. അപ്പോൾ ഞാൻ എൻ്റെ വെക്കേഷനൊക്കെ കഴിഞ്ഞ് ഞാൻ ബെർലിനിലേക്ക് തിരിച്ച് പോവുകയാണ്. എനിക്ക് ബാംഗ്ലൂരിൽ നിന്ന് വെളുപ്പിനെ 4 മണിക്കാണ് ഫ്ലൈറ്റ്. അപ്പോൾ ബാംഗ്ലൂരുള്ള എൻ്റെ റിലേറ്റീവ്സിനോടൊക്കെ ബൈ പറഞ്ഞിട്ട് ഞാൻ എയർപോർട്ടിലേക്ക് പോയി. അങ്ങനെ സെക്യൂരിറ്റി ചെക്കിനും ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ നേരെ വെയിറ്റിംഗ് ഹാളിൽ പോയി. ഒരു 1.5-2 മണിക്കൂർ നല്ല ബോറടിയായിരുന്നു. ബിക്കോസ് എനിക്ക് കമ്പനിയൊന്നുമില്ല, ഞാൻ ഒറ്റയ്ക്കായിരുന്നു പോയത്. അങ്ങനെ ഞാൻ ബോറടിച്ചിരുന്നപ്പോൾ ബോർഡിങ്ങിനുള്ള അനൗൺസ്മെൻറ്റ് വന്നു. ബോർഡഡ് ആയതാണ്ട് ഫ്ലൈറ്റിൽ കയറാൻ പോവുക. അപ്പോൾ ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തത് ഖത്തർ എയർവേസിൻ്റെ ആപ്പ് ത്രൂ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് 2 ഫ്ലൈറ്റിനും എനിക്ക് സൈഡ് സീറ്റ് ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഓൾറെഡി. അപ്പോൾ ഞാൻ എൻ്റെ ഹാൻഡ് ബാഗേജ് ഓവർ ബില്ലൊക്കെ വെച്ചിട്ട് ഞാൻ എൻ്റെ സീറ്റിലിരുന്നു. പിന്നെ വിൻഡോ സീറ്റ് ആയതുകൊണ്ട് പിന്നെ നല്ല രസമായിരിക്കുമല്ലോ. അപ്പോൾ ഓൾറെഡി സീറ്റിൽ പില്ലോയും ബ്ലാങ്കറ്റും ഹെഡ്സെറ്റും ഒക്കെ ഓൾറെഡി അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്തതിന് ശേഷം പെട്ടെന്ന് തന്നെ ഫുഡ് വന്നു കേട്ടോ. ഞാൻ ചപ്പാത്തിയും ചിക്കൻ കറിയായിരുന്നു പറഞ്ഞിരുന്നത്. അതൊക്കെ കഴിച്ച് ഓർക്ക് ക്ഷീണം കാരണം ഞാനങ്ങ് ഉറങ്ങിപ്പോയി. പിന്നെ കണ്ണു തുറന്ന് നോക്കിയപ്പോൾ നല്ല വെട്ടം. പിന്നെ പുറം കാഴ്ചകളൊക്കെ ഇങ്ങനെ കുറേ നേരം നോക്കിയിരുന്നപ്പോഴേക്കും അനൗൺസ്മെൻറ്റ് വന്നു ലാൻഡിങ്ങിനുള്ളത്. അങ്ങനെ ഞങ്ങൾ ഖത്തറിൽ ലാൻഡ് ചെയ്തു. ഇനി എനിക്ക് അടുത്ത ഫ്ലൈറ്റ് എടുക്കണം. ഇനി ഇവിടെ ഒരു സെക്യൂരിറ്റി ചെക്കിനുണ്ട്, ഇതുകൂടെ കഴിയണം. അപ്പോൾ സെക്യൂരിറ്റി ചെക്കിനൊക്കെ കഴിഞ്ഞിട്ട് പിന്നെയും കുറേ നടക്കാനുണ്ട് എൻ്റെ ഗേറ്റ് ഏരിയയിലേക്ക്. അപ്പോൾ ഏതോ ഓഫീസറിനോടൊക്കെ ചോദിച്ചിട്ട് എൻ്റെ ഗേറ്റ് ഏരിയയിലെത്തി. എന്നിട്ട് അവിടുത്തെ വെയിറ്റിംഗ് ഹാളിൽ ഒരു മണിക്കൂറൊക്കെ എനിക്ക് ഇരിക്കേണ്ടി വന്നുള്ളായിരുന്നു. അത് പെട്ടെന്ന് പോയി. എൻ്റെ വീട്ടിലും എൻ്റെ ഫ്രണ്ട്സിനൊക്കെ വിളിച്ച് പെട്ടെന്ന് തന്നെ സമയമൊക്കെ പോയി. അങ്ങനെ ബെർലിൻ ഫ്ലൈറ്റിൻ്റെ ബോർഡിംഗ് ആയി. ഇതും ഖത്തർ എയർവേസ് തന്നെ ആയിരുന്നേ. അപ്പോൾ ഞാൻ എൻ്റെ സീറ്റിലിരുന്നു, സിനിമയൊക്കെ നോക്കി. പക്ഷേ എനിക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ നമ്മുടെ ഈ സൈഡ് വ്യൂവും താഴത്തെ വ്യൂ ഒക്കെ നമുക്ക് ഇതിലൂടെ സ്ക്രീനിലൂടെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ കുറച്ച് നേരം ഞാൻ അതൊക്കെ നോക്കിയിരുന്നു. അങ്ങനെ ഖത്തറിൽ നിന്ന് ടേക്ക് ഓഫിൻ്റെ സമയമായി. അനൗൺസ്മെൻറ്റ് വന്നു. അനൗൺസ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ സ്ക്രീനിൽ ഇങ്ങനെ കാണിക്കും. അപ്പോൾ സാധാരണ ടേക്ക് ഓഫിൻ്റെ സമയത്ത് ഞാനിങ്ങനെ ആക്റ്റീവായിട്ടിരിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ടേക്ക് ഓഫ് ലാൻഡിങ്ങും ഒക്കെ. പക്ഷേ എനിക്ക് ഇപ്രാവശ്യം ഭയങ്കര ഉറക്കക്ഷീണമായിരുന്നു. അങ്ങനെ ഞാൻ പിന്നെ ഫ്രണ്ട് വ്യൂ ഒക്കെ കണ്ടുകൊണ്ടിരുന്നു റൺവേയുടെ. അതിനുശേഷം നമുക്ക് ബ്ലാങ്കറ്റ് വരെ തരും, ബ്ലാങ്കറ്റും പില്ലോ ഒക്കെ. അപ്പോൾ ബ്ലാങ്കറ്റൊക്കെ ഇങ്ങനെ മൂടി പോയിച്ച് ഞാൻ കിടന്ന് ഉറങ്ങുമായിരുന്നു. അപ്പുറത്തെ സീറ്റിൽ ആളില്ലായിരുന്നു, അപ്പം നല്ല സ്പേഷ്യസ് ആയിരുന്നു. അപ്പോൾ ഉറങ്ങുന്നതിൻ്റെ ഇടയിൽ ക്യാബിൻ ക്രൂ വന്നിട്ട് തട്ടി വിളിച്ചു ഫുഡിൻ്റെ സമയമെന്നും പറഞ്ഞിട്ട്. ലോങ് ഫ്ലൈറ്റിൽ ഞാൻ നോൺ വെജ് അങ്ങനെ കഴിക്കാറില്ല, വെജ് മാത്രമേ ഞാൻ ഓപ്റ്റ് ചെയ്യാറുള്ളൂ. ബിക്കോസ് ഞാൻ പറഞ്ഞില്ല ഖത്തർ എയർവേസ് ആപ്പ് ത്രൂ ആണ് ഞാൻ ടിക്കറ്റ് എടുത്തത്. അപ്പോൾ അതിൽ ഫുഡിൻ്റെ ലിസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ കഴിക്കാത്ത ഫുഡൊക്കെ ആയിരുന്നു അതിൽ. അതുകൊണ്ടാണ് ഞാൻ വെജ് പറഞ്ഞത്. അപ്പം വെജ് ഒരു പാസ്ത ആയിരുന്നു തന്നിരുന്നത്. പിന്നെ കുടിക്കാൻ വെള്ളവും കോളയും പിന്നെ കട്ട് ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു. പിന്നെ ഒരു ഡെസേർട്ട് ഉണ്ടായിരുന്നു. ഡെസേർട്ട് അടിപൊളിയായിരുന്നു കേട്ടോ, ഒന്നും പറയാനില്ല, ഒരു രക്ഷയില്ല. അപ്പോൾ ഞാൻ സിനിമ കണ്ടുകൊണ്ടിരുന്ന് കഴിക്കുന്നത്. അപ്പോൾ പിന്നെ സിനിമയുടെ ലിസ്റ്റിൽ ഞാൻ കൂടുതൽ നോക്കിയപ്പോൾ കുറച്ചുകൂടെ ബെറ്റർ പൊന്നിയിൻ സെൽവൻ ഉണ്ടായിരുന്നു. കുറച്ച് നേരം അതിരുന്ന് കണ്ടു. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ കുറേ നേരം ഞാൻ പുറത്തേക്കൊക്കെ നോക്കിയിരുന്ന ഇടയ്ക്ക് ഈ ക്ലൗഡ്സിൻ്റെ ഒക്കെ പിക്സൊക്കെ എടുത്തുകൊണ്ടിരുന്നു. അങ്ങനെ ചായയുടെ സമയമായി. ഫ്ലൈറ്റിലൊക്കെ നല്ല തണുപ്പുള്ളതുകൊണ്ട് നല്ല ചൂട് ചായ കിട്ടിയ നല്ല രസമായിരിക്കും അല്ലേ. അപ്പോൾ അവർ ഷുഗറും മിൽക്കും ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ തന്നെ വേണം അത് മിക്സ് ചെയ്ത് കുടിക്കാനായിട്ട്. അങ്ങനെ പാട്ടും കേട്ട് പുറത്തെ വ്യൂവും കണ്ട് ഞാൻ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് പുറത്ത് നല്ലൊരു വ്യൂ കണ്ടത്. എനിക്ക് നല്ല വാനില ഐസ്ക്രീം പോലൊക്കെ നല്ല ക്ലൗഡ് അങ്ങനെയൊക്കെ ഇരിക്കുന്നതായിട്ട് തോന്നി. എടുത്ത് ചാടാനൊക്കെ തോന്നിയിരുന്നു. ഫ്ലൈറ്റിൽ കയറിയവർക്ക് കൂടുതൽ റിലേറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും. അപ്പോൾ അങ്ങനെ ലാസ്റ്റ് ബെർലിനിലെത്തി. അപ്പോൾ ഇതാണ് എൻ്റെ ഖത്തർ എയർവേസിലെ ബാംഗ്ലൂർ ടു ബെർലിൻ വിശേഷങ്ങൾ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം. അപ്പോഴേക്കും ബൈ.